3 ദിവസത്തെ അവധി, അതിൽ ഒരു ദിവസം ഒരു യാത്ര. പെട്ടെന്നൊരു യാത്ര പോകണം. ഞാൻ അങ്ങനെ കേട്ടോ, പെട്ടെന്ന് തന്നെ ഓരോ യാത്രകൾ പ്ലാൻ ചെയ്യും. ആലോചന മൂത്തപ്പോൾ ഇടുക്കിയുടെ ഭംഗി ആസ്വദിക്കാമെന്ന് കരുതി എരുമേലി മുണ്ടക്കയം കയറി കുമിളി റോഡ്, പാഞ്ചാലിമേട്, അതാണ് ഇന്നത്തെ ലക്ഷ്യം. പത്തനംതിട്ട നിന്ന് 68 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. 1.5 മണിക്കൂറാണ് പാഞ്ചാലിമേട് യാത്ര. എരുമേലി റോഡ് ഏറ്റവും സുഖകരമായ യാത്രയാണ്. വനഭംഗി മതിയാവോളം ആസ്വദിക്കാം. ഓരോ മേഖലയിലും ഫോറസ്റ്റിന്റെ ബോർഡുകളുണ്ട്. അമിത വേഗത്തിന് പെറ്റി വീട്ടിൽ വരുമെന്നാണ് അവർ പറയുന്നത്. അതുമാത്രമല്ല, പ്ലാസ്റ്റിക്കുകളും മറ്റു ചപ്പുചവറുകളും ഇവിടെ വലിച്ചെറിയരുതെന്ന്. പക്ഷേ നമ്മുടെ ആളുകൾ ശരിക്കും വലിച്ചെറിയുന്നുണ്ട്. എല്ലായിടത്തും വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പോകുന്ന വഴിയിലൊക്കെ ഐസ്ക്രീം കച്ചവടക്കാരും ചെറിയ കടകളുമൊക്കെയുണ്ട്. നമുക്ക് വാഹനം നിർത്തി റിലാക്സ് ചെയ്ത് 1-2 ഫോട്ടോയൊക്കെ എടുത്ത് പതിയെ യാത്ര തുടങ്ങാം. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഇനിയും മുണ്ടക്കയം കരകയറിയിട്ടില്ല. ആ ദുഃഖം ഇപ്പോഴും നമുക്കിവിടെ കാണാൻ കഴിയും. ഇടുക്കിയുടെ കവാടത്തിലേക്കുള്ള ആദ്യ വ്യൂ പോയിന്റ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. മുണ്ടക്കയം കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം. വളരെ ഭംഗിയുള്ള മലനിരകളും ഒരു താഴ്വാരവും പൈനാപ്പിൾ തോട്ടവും ഒരു കുഞ്ഞു ഗ്രാമവും ചെറിയ കുളങ്ങളും ഒക്കെ നമുക്ക് കാണാം. വളരെ വശ്യതയേറുന്ന ഒരു അനുഭവമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം പാർക്കിംഗ് ആണ്. പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. റോഡ് സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം അപകടങ്ങൾ വരുന്നതും പതിവാണ്. സാധാരണ ഇങ്ങനൊരു വ്യൂ ഇവിടെ കിട്ടുന്നതല്ല. കാരണം മഞ്ഞിൽ പുതഞ്ഞു കിടക്കുകയാണ് പതിവ്. ഇന്നെന്തോ ഭാഗ്യം കൊണ്ട് എല്ലാ വ്യൂവും നമുക്ക് കാണാൻ കഴിയും. സഞ്ചാരികളുടെ നല്ല തിരക്ക് തന്നെ ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. അവധിയായതിനാൽ നിറയെ ആളുകളാണ് ഈ റൂട്ടിൽ ഇന്ന് വന്നിരിക്കുന്നത്. സമയം 2 മണിയോടടുത്തിരുന്നു. വിശപ്പുമുണ്ട്. ഓരോ റെസ്റ്റോറന്റുകളുടെ മുന്നിലും സെക്യൂരിറ്റി നിന്ന് മാടി വിളിക്കുന്നുണ്ട്. ഓരോ പോയിന്റുകളിലും ഓരോ റെസ്റ്റോറന്റുകളുടെ പരസ്യവും. നല്ല ഭക്ഷണം കഴിക്കാൻ മാടി വിളിക്കുന്നത് എന്തിനാണ്? ആഹാരം നല്ലതാണെങ്കിൽ ആളുകൾ തേടി തന്നെ എത്തും. അങ്ങനെ സെക്യൂരിറ്റി മാടി വിളിക്കാനില്ലാത്ത ഒരു റെസ്റ്റോറന്റ് ഉണ്ടാകും എന്ന് കരുതി മുന്നോട്ട് പോയി. പാഞ്ചാലിമേട് എത്തുന്നതിന്റെ കുറച്ചു മുന്നിൽ 2 റെസ്റ്റോറന്റാണ് ഞങ്ങൾ കണ്ടത്. ഒന്ന് റെസ്റ്റോറന്റ് JJ. അതിന്റെ ഫ്രണ്ടിൽ നിറയെ പാർക്കിംഗ് ആയതുകൊണ്ട് തൊട്ടു മുന്നിലോട്ട് ഓടിച്ചു നോക്കി. അവിടെ കണ്ട ഒരു റെസ്റ്റോറന്റാണ് ഹോട്ടൽ ഹൈറേഞ്ച്. അത്യാവശ്യം വളരെ നല്ല ഭക്ഷണമാണ് ഹൈറേഞ്ച് റെസ്റ്റോറന്റിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ചോറും അവിയലും സാമ്പാറും പുളിശ്ശേരിയും ഒരു അയലവറുത്തുനിന്നും കൂടി അവർ ചാർജ് ആക്കിയത് 100 രൂപയാണ്. 100 രൂപയ്ക്ക് ഇത്രയും നല്ലൊരു ഭക്ഷണം ഈ ഭാഗത്ത് കിട്ടിയത് വളരെ അതിശയം തന്നെയാണ്. ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും അവർ ഈടാക്കിയത് 70 രൂപയാണ്. നല്ല ഭക്ഷണം തന്നെയാണ് അവർ നമുക്ക് നൽകിയത്.
അതിന് മുന്നിലായി നല്ലൊരു വ്യൂ ഉണ്ട്. പുറത്തേക്ക് വന്ന് നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെ നമുക്ക് കാണാം. ചെറിയൊരു വെള്ളച്ചാട്ടവും ഇടയ്ക്ക് കുരങ്ങുകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പാഞ്ചാലിമേടിന് ഇനി 4.5 കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്. മെയിൻ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വലത്തേക്ക് തിരിയാം. പാഞ്ചാലിമേടിലേക്കുള്ള ഈ റോഡ് വളരെ സാഹസികത നിറഞ്ഞതാണ്. കുത്തിറക്കമാണ്, അതുപോലെ തന്നെ കയറ്റവും. വളവും തിരിവുമെല്ലാം വളരെ അപകടം പിടിച്ചതാണ്. രണ്ടു വശവും കാപ്പിത്തോട്ടങ്ങളും കുരങ്ങുകളും എല്ലാമുണ്ട്. നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. പാഞ്ചാലിമേട് എത്തുന്നതിന് മുന്നിലെ ഏറ്റവും മനോഹരമായ ഒരു വ്യൂ പോയിന്റാണ് ഇത്. മലനിരകളെ ചുംബിച്ചു നിൽക്കുന്ന മേഘങ്ങളും അങ്ങകലെയുള്ള കുന്നിൻ ചെരിവുകളും താഴെയുള്ള ഗ്രാമവും എല്ലാം വളരെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ശരിക്കും ഇടുക്കിയുടെ മനോഹാരിത തന്നെ ഇവിടെ കാണാൻ കഴിയും. നല്ല തണുത്ത കാറ്റാണ് ഈ 3 മണി സമയത്തും ഇവിടെ ലഭിക്കുന്നത്. വളരെ സുന്ദരമായ കാറ്റ്, നല്ല കാലാവസ്ഥ, വളരെ നല്ല അനുഭൂതി പകരുന്ന ഒരു കാഴ്ച. അത് തന്നെയാണ് പാഞ്ചാലിമേടിന് തൊട്ടുമുന്നിലെ ഈ വ്യൂ പോയിന്റിൽ കാണാൻ കഴിയുന്നത്. ഇടുക്കിയുടെ ശരിക്കുള്ള സൗന്ദര്യം ഇവിടെ നിന്ന് തുടങ്ങുകയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് യാത്രയിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും മഴയെ അതിജീവിച്ച് പാഞ്ചാലിമേടിലേക്കുള്ള യാത്ര തുടരുകയാണ്. കുറച്ച് മുന്നിലാണ് പാഞ്ചാലിമേട്. ഇവിടെ പാർക്കിംഗ് സൗകര്യമൊന്നുമില്ല. നമ്മുടെ റോഡ് സൈഡിൽ തന്നെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. പാർക്കിംഗ് ഫീ ഒന്നുമില്ല. ചെറിയ കുറച്ച് കടകളൊക്കെ ഫ്രണ്ടിലുണ്ട്. ശരിക്കും വാഹനങ്ങൾ ഇന്നുണ്ട്. കാരണം ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. നമുക്ക് മഴ മാറിയ ശേഷം പതിയെ അകത്തേക്ക് കയറാം. ഏകദേശം മഴ മാറിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പാഞ്ചാലിമേടിന്റെ എൻട്രി വാതിലിലോട്ട് കടക്കുകയാണ്. അവിടെ ഒരു വലിയ ആർച്ചുണ്ട് ക്ഷേത്രത്തിന്റെ. ഇതിനകത്തൊരു ക്ഷേത്രവും കുറെ കുരിശും എല്ലാം ഉണ്ട്. എല്ലാ മതക്കാരുടെയും എല്ലാ കാര്യങ്ങളും ഇതുണ്ട്. അത് സാധാരണ എങ്ങനെയാണ്, നമ്മുടെ ഒരു മലയും കുന്നുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാ മതക്കാരും എന്തെങ്കിലും ഒരു കുരിശോ ശൂലമോ എന്തെങ്കിലുമൊക്കെ വെക്കാറുള്ളത് പതിവാണ്. വളരെ ഭംഗിയായി തന്നെയാണ് ഒരു എൻട്രി ഇവർ കൊടുത്തേക്കുന്നത്. കല്ല് പാകിയ ഒരു തറയാണ്. വാതിലും തന്നെ നല്ല ഭംഗിയുണ്ട്. വളരെ നല്ല ആകർഷണമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കയറുന്ന വാതിലില് രണ്ടു വശത്തും പുല്ല് പാകിയിട്ടുണ്ട്. വളരെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. എൻട്രിയിൽ വളരെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എൻട്രി ഫീസ് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. ഫസ്റ്റ് എൻട്രിയിൽ കാണുന്ന കാഴ്ചയാണിത്. കയറുന്നിടത്തിന്റെ ചെടികളും മറ്റും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പഴയ ഗുപ്ത കാലഘട്ടത്തേക്ക് ഓർക്കുന്ന പോലെ കൽപ്പണിയിൽ പണിഞ്ഞ ഗോപുരങ്ങളാണിത്. വളരെ ഭംഗിയുള്ള ഗോപുരങ്ങളാണ് കല്ലിൽ പണിഞ്ഞത്. അത് കാണാൻ നല്ല ചന്തമുണ്ട്. വളരെ ഭംഗിയാണ്. ഇവിടെ ആസ്വാദന ശൈലിയാണ്. ഫോട്ടോ എടുക്കാനൊക്കെ വളരെ നല്ലൊരു പോയിന്റാണ് ഇത്. ആദ്യത്തെ എൻട്രൻസിൽ തന്നെ ഒരു ഗോപുരത്തിന്റെ അകത്ത് നമുക്കൊരു ക്യാൻറ്റീൻ ഉണ്ട്. അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഈ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടും. പിന്നെ ടോയ്ലറ്റ് സൗകര്യം 2 സൈഡിലും ഉണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. അത്യാവശ്യം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതൊക്കെ. പിന്നെ നമുക്ക് കുറച്ച് ശില്പങ്ങളൊക്കെ ആ കയറുന്ന എൻട്രിയിൽ വെച്ചിട്ടുണ്ട്. അതും വളരെ മനോഹരമാണ്. നല്ല ഭയങ്കര കാറ്റാണ്. കാറ്റിന്റെ ശബ്ദം തന്നെ നമുക്ക് പറയുന്നതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സ്പോട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത്. കാറ്റ് ഭയങ്കരമാണ്. അതിശക്തമായ തണുത്ത കാറ്റാണ്. ഒരുപാട് മുകളിലേക്ക് പോകരുത്. മഴയുള്ള സമയത്ത് ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യതയുണ്ടെന്ന് താഴെ നിന്ന് അവർ പറയുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കുക. അവരുടെ അഡ്വൈസ് കേൾക്കുക. ഭംഗി മതിയാവോളം ആസ്വദിക്കുക. പിന്നെ ചെടികളും മറ്റും നല്ല ഔഷധ ചെടികളും മറ്റുമൊക്കെയാണ് സൈഡുകളിൽ പിടിച്ചിരിക്കുന്നത്.
കൽവരി പാകിയ ഈ റോഡ് വളരെ മനോഹരമായിട്ടുണ്ട്. രണ്ട് വശങ്ങളിലും ഔഷധ സസ്യങ്ങളും മറ്റും പിടിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ വളരെ നീറ്റായിട്ട് തന്നെയാണ് ഇത് കൈകാര്യം ചെയ്തേക്കുന്നത്. കാരണം ഈ അടുത്ത് കുറച്ചു കാലം മുന്നേ ആണ് ഇത് സർക്കാർ ഏറ്റെടുത്തത്. മുമ്പ് ഇത്രയും വലിയൊരു ബിൽഡപ്പ് ഒന്നും ഇല്ലായിരുന്നു, കുറേ വർഷം മുമ്പ് ഞാൻ വരുമ്പോൾ. പക്ഷേ വളരെ നീറ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ആളുകളൊക്കെ ഉള്ള പ്ലാസ്റ്റിക്കും ചപ്പും ചവറുകളും ഒക്കെ കൊണ്ടിട്ടേനെ. വളരെ നല്ലൊരു യാത്രാനുഭവമായിരിക്കും. പുൽമേട്ടിലൂടെ തൊട്ട് ഇപ്പുറത്തൂടെ നടക്കുന്നത്. കൽവരി പാതയിൽ നിന്ന് മാറിയാണ് ഞാൻ നടന്നത്. അധികം മുകളിലോട്ട് പോകാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. എന്നിരുന്നാലും ഇതുവഴിയുള്ള യാത്ര വളരെ മനോഹരമാണ്. അയാളും ഞാനും തമ്മിൽ മൂവി ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ആരോ പറയുന്നത് കേട്ടു. ഈ പുൽമേലിലൂടെ പോകുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച തന്നെ വളരെ മനോഹരമാണ്. പക്ഷേ കാറ്റിന്റെ വേഗതയുണ്ട്, അതുകൊണ്ട് അപകട സാധ്യത വളരെ കൂടുതലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3600 അടി ഉയരത്തിലാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കാലാവസ്ഥ വളരെ വ്യത്യസ്തമാണ്. നല്ല സമയങ്ങളിൽ വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ മഞ്ഞ് വന്ന് നമ്മളെ തട്ടിപ്പോകാറുണ്ട്. പക്ഷേ ഇന്ന് ചെറിയ മഴയും മറ്റും ഉള്ളതുകൊണ്ടായിരിക്കാം മഞ്ഞ് അധികമില്ല. അതിനാൽ ഓരോ വ്യൂ പോയിന്റ്സും നമുക്ക് ഭംഗിയായി കാണാൻ കഴിയും. ഏകദേശം വളരെ അറ്റ്മോസ്ഫിയർ നിറഞ്ഞൊരു സ്ഥലമാണ്. നല്ലൊരു ആംബിയൻസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, മഴ സമയത്തൊക്കെ അത്യാവശ്യം ടാസ്ക് പിടിച്ചൊരു യാത്രയായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ. മല കയറിയ ഹനുമാൻ എന്റെ ചുമലിൽ കയറിയതോടെ എനിക്ക് തിരികെ ഇറങ്ങേണ്ടി വന്നു. വളരെ നല്ലൊരു യാത്രയാണ്. അധിക ദൂരം ഈ ഹനുമാനെയും ചുമന്ന് നടക്കാൻ വയ്യാത്തതിനാൽ ഞാൻ തിരികെ ഇറങ്ങി. എൻട്രൻസിൽ ഒരുപാട് ആളുകൾ പിന്നും വരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇന്ത്യയുടെ ഫ്ളാഗ് ഉയർന്നു തന്നെ നിൽപ്പുണ്ട്. നമ്മുടെ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ഫ്ളാഗ് ഉയർത്തിയിട്ടുണ്ട്. വൈകുന്നേരം 5:30 ആയപ്പോഴും ആളുകൾ വന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു. നിറയെ ആളുകൾ കയറി വരുന്നുണ്ട്. തികച്ചും വളരെ വ്യത്യസ്തമായൊരു യാത്രാനുഭവമായിരുന്നു. നല്ല കാഴ്ചകളാണ് പാഞ്ചാലിമേടിൽ ലഭിച്ചത്. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തീരത്ത് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. അതെ, ഇവളാണ് മിടിമിടുക്കി. ഇടുക്കിയുടെ കാഴ്ചകൾ തീരുന്നില്ല. ഇനിയും കണ്ടു തീർക്കാൻ ഒരുപാടുണ്ട്. തുടക്കം മാത്രമാണ്. മഴയും വൈകിയെത്തിയ കാലാവസ്ഥയും നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു. അതിനാൽ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിച്ച് തിരികെ പോവുകയാണ്.
അഭിമാനത്തോടെ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളാർക്കും അടിമകളല്ലെന്നും നമ്മളെ നമ്മളായി തന്നെ ഇന്ത്യക്കാരായി ശിരസുയർത്തി നിർത്താൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഓരോ സമര സേനാനികൾക്ക് മുന്നിലും സ്മരിച്ചുകൊണ്ടും നമസ്കരിച്ചുകൊണ്ടും നമ്മുടെ യാത്രകൾ വീണ്ടും തുടരുകയാണ്.